നമ്മുടെ തകർച്ചയിൽ മറ്റുള്ളവർ നമ്മെ കുറ്റവിധിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന വഴിയിൽ നമുക്കായി കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെ വായിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കുറ്റക്കാരാണ് വിധിക്കപ്പെട്ട ശമര്യക്കാരി സ്ത്രീ സമൂഹത്തെ ഫേസ് ചെയ്യാൻ ഭയമായിരുന്നു. തന്നെ ആരും കാണാതിരിക്കാൻ, ആരും തന്നെ കുറ്റം വിധിക്കാതിരിക്കാൻ ഉച്ചയ്ക്ക് വെള്ളം കോരാനായി പോയി. അവൾക്ക് ജീവജലം സൗജന്യമായി ലഭിക്കാൻ പോകുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. അവളുടെ ജീവിതം തിരസ്കരണവും നിന്ദയും നിറഞ്ഞതായിരുന്നു. അവിടെ കർത്താവ് അവളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് കുടിക്കാൻ തരുമെന്ന് കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ഭൂതകാലത്തെ കണക്കാക്കുന്നില്ല, നമ്മുടെ പാപ ജീവിതത്തെ കണക്കിടുന്നില്ല. ഒരു നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധി ഹൃദയം തുറന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ തൻ്റെ മകനായി മാളെ സ്വീകരിക്കുമെന്ന് ശമര്യക്കാരിയോടുള്ള സമീപനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ശമര്യക്കാരി സ്ത്രീയെ പോലെ നിന്ദിക്കപ്പെടുന്നവരോ പരിഹസിക്കപ്പെടുന്നവരോ ഒറ്റപ്പെടുത്തപ്പെടുന്നവരോ ആയിരിക്കാം. നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ നമുക്കായി കാത്തിരിക്കുന്ന, നമ്മെ വിളിക്കുന്ന, നമ്മെ അന്വേഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഹല്ലേലൂയ. അവൻ നമുക്കായി നമ്മുടെ വഴിയിൽ കാത്തിരിക്കുക, നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ തരൂ. യെസ്, ഇന്ന് നാം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവിന് കുടിക്കാൻ കൊടുക്കാൻ എനിക്കാകുമോ? ഹല്ലേലൂയ. എന്താണ് കുടിക്കാൻ കൊടുക്കേണ്ടത്? അവൻ്റെ വചനങ്ങൾ അനുസരിക്കുക, അവൻ്റെ വചനം പറയുന്ന പോലെ അനുസരിച്ച് ജീവിക്കുക. ഇവിടെ ശമര്യക്കാരി സ്ത്രീ വെള്ളം കോരിയതുമില്ല, കർത്താവ് കുടിച്ചതുമില്ല. ഹല്ലേലൂയ. അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, വരുവിൻ, എൻ്റെ ഭൂതകാലത്തെ എന്നോട് പറഞ്ഞു വരുമെന്ന് കാണുവിൻ. ഹല്ലേലൂയ. പരിഹാസത്താൽ നിന്ദിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും ഒളിച്ചു നടന്ന അതേ സ്ത്രീ തന്നെയാണ് പ്രിയരെ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ധൈര്യത്തോടെ കർത്താവിന് സാക്ഷിയായി തന്നെ ഗ്രാമത്തെ ആളുകൾക്ക് വെളിപ്പെടുത്തുകയാണ്. കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവളുടെ പാപബന്ധനങ്ങൾ അഴിഞ്ഞുപോയി, അവൾ സ്വതന്ത്രയായി. ഹല്ലേലൂയ. ഇരുട്ട് അവളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി, പ്രകാശം ഉദിച്ചു. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിനെ നാം ധരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പാപബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. ഇവിടെ ശമര്യക്കാരി സ്ത്രീയുടെ ലജ്ജ ഒരു സാക്ഷ്യമായി മാറി, അവളുടെ നിന്ദ ഒരു സന്ദേശമായി മാറി. യോഹന്നാൻ 7:37 പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നാം ആത്മാവിനായി ദാഹിക്കുന്നവരായി മാറണം. എന്നെ സുഖിക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തു ജീവജലമാകുന്ന വചനം നമ്മളിലേക്ക് അയച്ച് നമ്മുടെ ആത്മീയ ദാഹം തീർത്ത് നമ്മയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാണ്.